പലർക്കും അനുഭവങ്ങളുള്ളവരുണ്ട്, അനുഭവങ്ങൾ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട്, ഉപദ്രവിച്ചവരുമുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ ഒരു സ്ത്രീകളും മുന്നോട്ട് വരാത്തത്. ഇനി സത്യം പറഞ്ഞാൽ ഞാനും പറയുന്നത് മുന്നോട്ട് വരരുതേ എന്നാ. കാര്യം വന്ന എൻ്റെ അനുഭവം വളരെ മോശമാണ്. മുന്നോട്ട് പോകുമ്പോൾ കണ്ടില്ല, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. ആകെപ്പാടെ ഇതിപ്പോൾ ഞാൻ മുന്നോട്ട് വന്ന് വെളിയിൽ വന്ന് മീഡിയയിൽ വന്ന് സംസാരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഫെഫ്ക പോലും ഒരു ആക്ഷൻ എടുത്തേക്കുന്നത്. അത് ഫെഫ്കയുടെ ഒരു കപട മുഖമാണ് പുറത്ത് കാണിച്ചിരിക്കുന്നത്. അവരുടെ മുഖം നഷ്ടപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഫേസ് രക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ട് രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഒരു സാമൂഹ്യ മാധ്യമത്തിന് കൊടുത്ത ഒരു ആ ഇൻ്റർവ്യൂവിൽ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സിനിമയിലും ഉണ്ടാവണം. അത് സിനിമയിൽ ഇപ്പോഴും പല തസ്തികകളിലും മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ടെക്നോളജി മാറുന്നതനുസരിച്ച് സിനിമയിലും മാറ്റങ്ങൾ വരണം. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ജോലി അത് ഇന്ന് പ്രൊഡക്ഷൻ കൺട്രോളിങ് അല്ല, അതിൽ കൂടുതൽ ആർട്ടിസ്റ്റ് മാനേജ്മെൻ്റ് ആണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ അതൊരു വാസ്തവമാണ്. അപ്പോൾ അത് എനിക്കുണ്ടായ അനുഭവത്തിൻ്റെ പുറത്താണ് പല കാര്യങ്ങളിലും പല കൺട്രോളർമാരും കട്ട് എടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു കട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കട്ട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഓരോ നിശ്ചിത എമൗണ്ടിലും അവരുടേതായ ഒരു നിശ്ചിത രൂപ അവർ കട്ടായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ സിനിമയുടെ ബഡ്ജറ്റിനെ ബാധിക്കുന്നതും, ചില സിനിമകൾ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 3 കോടി, ഇപ്പോൾ എൻ്റെ തന്നെ അവസാന സിനിമ 3.5 കോടി രൂപ പ്ലാൻ ചെയ്ത സിനിമ 7 കോടി രൂപയിലാണ് വന്ന് അവസാനിച്ചത്. ഇതൊക്കെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ എവിടെയാണ് ഈ 7.5 കോടി അല്ലെ 7 കോടി രൂപ എന്ന് നമ്മൾ അതിശയിച്ചു പോകും. സിനിമയിൽ കാണാനില്ല, ഫ്രെയിമിൽ കാണാനില്ല. അപ്പം ഈ പൈസ എല്ലാം എവിടോട്ടാണ് പോകുന്നത്? അപ്പം ഇങ്ങനെ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ എൻ്റെ ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ഈ 15 വർഷമായി മലയാള സിനിമയിൽ നിൽക്കുന്ന 15ഓളം സിനിമകൾ ചെയ്ത, അതിൽ സ്റ്റേറ്റ് അവാർഡും ക്രിട്ടിക്സ് അവാർഡും അടക്കം, ഇപ്പം എൻ്റെ സിനിമയിൽ 8ഓളം സിനിമ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഷിബു കുറ്റുമൂട്. അപ്പം അദ്ദേഹവും ഇതിൽ ഇരിപ്പുണ്ട്. അപ്പം ഇങ്ങനെയുള്ള എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ നല്ല ആൾക്കാരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ സിനിമ തന്നെ ചെയ്തിട്ടുള്ള രാജൻ ഫിലിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ വളരെ നല്ല മനുഷ്യരാണ്. അപ്പം ഇല്ലയെന്നല്ല പക്ഷേ എനിക്ക് കൂടുതലും മോശം അനുഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം എനിക്ക് മാത്രമല്ല, നിർമ്മാതാക്കളായി ഇവിടെ ഉള്ള മലയാള സിനിമയിലുള്ള ഇത് പലപ്പോഴും നിർമ്മാതാക്കളുടെ സംഘടനയിലും ഒക്കെ ചർച്ചയാവുന്ന ഒരു വിഷയം തന്നെയാണ്. അതായത് ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് സിനിമയിൽ ഇനി ആവശ്യമില്ല, അതിൻ്റെ ആ തസ്തിക എടുത്തു മാറ്റേണ്ട സമയമായി, പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ അവിടെ വരണം എന്നുള്ള ചർച്ചകൾ എപ്പോഴും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലടക്കം നടക്കാറുണ്ട്. പരിവർത്തനം എല്ലാവരും ആഗ്രഹിക്കുന്നു. പരിവർത്തനത്തിനാണ് താങ്കളും ശബ്ദമുയർത്തിയത്. ഈ 400 പേരുള്ള ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ ഗ്രൂപ്പിലേക്കാണ് ഈ ഓഡിയോ സന്ദേശം വരുന്നത്. അപ്പോൾ ഈ ഓഡിയോ സന്ദേശത്തെ എതിർത്തുകൊണ്ട്, കാരണം സാന്ദ്രയ്ക്കൊപ്പം നേരത്തെയും വർക്ക് ചെയ്ത ആളുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു, അവരാരെങ്കിലും ഇതിനെ വിമർശിച്ചുകൊണ്ട് ആരെങ്കിലും രംഗത്ത് വന്നോ? ഇല്ല, ആരും വന്നില്ല എന്ന് മാത്രമല്ല, ഈ ഓഡിയോ സന്ദേശം വരുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ച് ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഈ ഗ്രൂപ്പിലേക്ക് ഇടുന്നത്. ഞാൻ അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തതിന് ശേഷമാണ് ഗ്രൂപ്പിലേക്ക് ഇടുന്നത്. ഗ്രൂപ്പിലേക്ക് ഇട്ടതിന് ശേഷം ഈ ഗ്രൂപ്പിലുള്ള ഇപ്പോൾ ഈ കൺട്രോളർമാരായിട്ടുള്ള എനിക്ക് പരിചയമുള്ള മറ്റ് പ്രൊഡക്ഷൻ കൺട്രോളർമാർ തന്നെ എനിക്കിത് പല പ്രാവശ്യമായിട്ട് അയച്ചു തന്നു. പലരും അയച്ചു തരുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ആദ്യം ഞാനത് തമാശയായിട്ട് വിട്ട് കളഞ്ഞു. കാര്യം ഇപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ പലർക്കും വിഷമം തോന്നാം. പ്രത്യേകിച്ചും പ്രൊഡക്ഷൻ കൺട്രോൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന പല കൺട്രോളർമാർക്കും അയ്യോ അവർ പറഞ്ഞത് ശരിയായില്ല എന്ന് തോന്നലുണ്ടാവാം. ശരിയായിരിക്കാം, അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. എതിരഭിപ്രായങ്ങളുണ്ടാവാം. പക്ഷേ ഇതുപോലെ കൊല്ലും തിന്നും എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ കുടുംബത്തോടെ വെട്ടി കാനയിലിടും എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമല്ലേ? അത് മാത്രമല്ല, എന്നെയും എൻ്റെ അച്ഛനെയും കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു, ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുന്നു. എൻ്റെ അച്ഛൻ ഡ്രൈവറായിരുന്നു എന്നും അദ്ദേഹം ഇവരുടെ 500 രൂപ മേടിച്ചിട്ടുണ്ട്, ആ 500 രൂപയ്ക്കാണ് ഞാൻ വളർന്നതും എന്നൊക്കെ പറയുന്ന കള്ളത്തരം മാത്രമല്ല, ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് ഇങ്ങനെ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പിലേക്ക് ഇടുന്നു. ഈ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഈ പറയുന്ന അഡ്മിൻസ് അടക്കം, ഈ ഷിബു, ബാദുഷ അടക്കമുള്ള എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളുകളടക്കം ഇവരെല്ലാവരും
ഇപ്പോൾ ഈ ശിവചേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. ഞാൻ ഈ ഇതിട്ടപ്പോൾ, അതായത് ഈ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ വന്ന സമയത്ത്, ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ വന്ന സമയത്ത് ശിവചേട്ടൻ എന്നോട് ചോദിച്ചു, എന്നെക്കുറിച്ചാണോ പറഞ്ഞത്, എന്നെക്കുറിച്ചാണോ ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ട് എന്നെ എല്ലാവരും വിളിച്ച് ചോദിക്കും. ഞാൻ ശിവചേട്ടൻ പറഞ്ഞു, ഞാൻ ശിവചേട്ടനെ അല്ല ഉദ്ദേശിച്ചത് എന്ന് ഞാൻ ശിവചേട്ടനോട് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷവും അദ്ദേഹമാണ് ഇപ്പം എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നൊരു വ്യക്തി. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ആ മാനനഷ്ട കേസിലേക്ക് വരുന്നത്? ഞാനിവിടെ ഒരു കേസ് കൊടുത്തതുകൊണ്ട്. എന്നെ വിളിച്ച് മോശം പറയുകയും എന്നെ വിളിച്ച് വൃത്തികേട് പറയും, എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഞാൻ കംപ്ലൈന്റ് കമ്മീഷണർക്ക് കൊടുത്തതിന് ശേഷമാണ് ഇവരിങ്ങനെ ഒരു മാനനഷ്ട കേസുമായിട്ട് സ്ത്രീകളെ എന്താണ് ഈ കംപ്ലൈന്റ് കമ്മീഷണർക്ക് കൊടുക്കുന്നത് പോലീസിന്? ഞാൻ ഇത് നടന്നത് 20-ാം തീയതിയാണ്. ഞാൻ പിറ്റേ ദിവസമാണ് കമ്മീഷണർക്ക് പരാതി അയക്കുന്നത്. അതിനുശേഷം 25-ാം തീയതിയാണ് പോലീസ് പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്ന് മൊഴിയെടുക്കുന്നതും FIR ഇടുന്നതും. അപ്പോൾ ഇത്രയും സമയമായിട്ട് കൂടി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഓഡിയോ ക്ലിപ്പിംഗ് പുറത്തു വിടണമെന്ന് തോന്നേണ്ടി വന്നത്, അതിൻ്റെ ഒരു അനിവാര്യതയിലേക്ക് എത്തിയത്? കാരണം ഇവർ മാനനഷ്ട കേസ് കൊടുത്തല്ലോ, പ്രൊഡക്ഷൻ കൺട്രോളറിൻ്റെ യൂണിയൻ, അതായത് ഫെഫ്ക എനിക്കെതിരെ 50 ലക്ഷം രൂപയ്ക്ക് മാനനഷ്ട കേസ് കൊടുത്തതിന് ശേഷം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ചന്വേഷിച്ചു. അതിനുശേഷവും ഞാൻ ഇവരെ വിളിക്കുന്നുണ്ട്, അപ്പോഴൊന്നും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ അവസാനം ഞാൻ SITയിൽ വിളിച്ച് എനിക്കിതിൻ്റെ ഒരു അപ്ഡേറ്റ് കിട്ടുന്നില്ല, എന്തായി എന്നറിയാൻ വേണ്ടി SITയിൽ വിളിച്ചു. ഇതിന് ശേഷമാണ് അവരിന്നലെ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് ഫോൺ എടുത്ത് സംസാരിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, എന്തായി കേസ് എന്തായി എന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങൾ ഇച്ചിരി തിരക്കായി പോയി എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പിന്നെ തിരക്കായി പോയി, ഇതിൻ്റെ ഇടയിൽ എനിക്കോ എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറഞ്ഞേനെ, അപ്പോഴും നിങ്ങളിങ്ങനെ തിരക്കായി പോയി എന്ന് പറയുമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞില്ല, ഞങ്ങൾ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് കുറച്ചധികം തിരക്കായി പോയി. അപ്പോൾ ഇത്രയും മോശമായിട്ടുള്ളൊരു ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഉണ്ടായ ഒരു കേസിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അതായത് അങ്ങേയറ്റം ലൈംഗിക അധിക്ഷേപമുണ്ട്. ഓരോ സെക്ഷൻ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെക്ഷനിലും ഇത് കേട്ട് കഴിഞ്ഞാൽ, കാരണം നമ്മുടെ പബ്ലിക് ഡൊമൈനിലേക്ക് ഇന്ന് വരുന്നു. അതേ സമയത്ത് ഇവർക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 400 അംഗങ്ങൾ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പിലാണ്. അപ്പോൾ അതനുസരിച്ചാണ് പരാതി നൽകുന്നത്, അതിൻ്റെ ഓഡിയോ സഹിതം. അപ്പോൾ പോലീസിന് വേറെ ഒന്നും ചിന്തിക്കേണ്ടതില്ല. പ്രഥമ ദൃഷ്ട്യാ FIR ഇടുന്ന ഒരു കേസിൽ ഇത്രയും നാളായിട്ടും ഒന്ന് വിളിച്ചു പോലും ചോദിച്ചില്ല എന്ന് പറയുന്നത് എന്താണ് അതിൽ സംശയം സാന്ദ്രയ്ക്കുള്ളത്? തീർച്ചയായിട്ടും ഇതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം രാഷ്ട്രീയപരമായിട്ടും എല്ലാ രീതിയിലും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഇടപെട്ട് തന്നെയാണ് ഈ കേസ് ഇപ്പോൾ ഇങ്ങനെ പോലീസിൻ്റെ സൈഡിൽ നിന്ന് ഒരു മെല്ലെപ്പൊക്കെ ഉണ്ടാവാനായിട്ടുള്ളൊരു കാരണമായിരിക്കുന്നത്. അതല്ലാതെ ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു ലൈംഗികാധിക്ഷേപവും ഒരു കൊലവിളിയും എല്ലാം നടത്തിയിട്ടും പോലീസ് ഇതിനകത്ത് അനാസ്ഥ കാണിക്കുക എന്ന് പറയുന്നതിനകത്ത് എന്താണ് ലോജിക്ക് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇരട്ട നീതി എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ഈ അടുത്ത് തന്നെ ജനറൽ സെക്രട്ടറിയും ഈ ഗ്രൂപ്പിൽ അംഗമാണോ? ആര് അംഗം? ഈ ജനറൽ സെക്രട്ടറിയും അതെനിക്കറിയത്തില്ല. ഇതിനകത്ത് 450ഓളം പേരുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹം കേട്ടിരിക്കാം, നേരത്തെ അദ്ദേഹം കേട്ടിരിക്കാം. പക്ഷെ അദ്ദേഹം ഇതിനെക്കുറിച്ചെല്ലാം അറിയുന്ന ഒരാളാണ്. കാര്യം ഫെഫ്ക ആണല്ലോ ഇപ്പം മാനനഷ്ടത്തിന് കേസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും 5 ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെക്കാതെ 50 ലക്ഷം രൂപയ്ക്ക് കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അദ്ദേഹം അറിഞ്ഞിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ അടിയിൽ നടക്കുന്ന ഒരു ഗുണ്ടാ സംഘമാണ്. അത് ഇത്രയും നാളും ആളുകൾ അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം കുറച്ചും കൂടെ ഇപ്പം എന്നെ പോലുള്ള ആൾക്കാർ പുറത്തേക്ക് വരുമ്പോൾ ഇത് പുറത്തു വരുന്നത്. എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു സ്ത്രീകളും ഒരു കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോയില്ല? അതിൻ്റെ കാരണം ഇതാണ്. ഇവിടെ ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എത്രയോ പേര് എന്നെ വിളിച്ചിട്ട് ചേച്ചി ഓക്കെ അല്ലേ, പേടിയുണ്ടോ, സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. ഇത് കാര്യം പലർക്കും അനുഭവങ്ങളുള്ളവരുണ്ട്. അനുഭവങ്ങൾ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട്, ഉപദ്രവിച്ചവരുമുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ ഒരു സ്ത്രീകളും മുന്നോട്ട് വരാത്തത്. ഇനി സത്യം പറഞ്ഞാൽ ഞാനും പറയുന്നത് മുന്നോട്ട് വരരുതേ എന്നാ. കാര്യം വന്ന എൻ്റെ അനുഭവം വളരെ മോശമാണ്.
മുന്നോട്ട് പോകുമ്പോൾ കണ്ടില്ലേ, പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലും ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. ആകെപ്പാടെ ഇതിപ്പോ ഞാൻ മുന്നോട്ട് വന്ന് വെളിയിൽ വന്ന് മീഡിയയിൽ വന്ന് സംസാരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഫെഫ്ക പോലും ഒരു ആക്ഷൻ എടുത്തേക്കുന്നത്. അത് ഫെഫ്കയുടെ ഒരു കപട മുഖമാണ് പുറത്ത് കാണിച്ചിരിക്കുന്നത്. അവരുടെ മുഖം നഷ്ടപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഫേസ് രക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ട് രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പൊ വന്നിരിക്കുകയാണ്. ഇതിലൊക്കെ എന്ത് കാര്യമാണുള്ളത്? ഈ സാന്ദ്രയ്ക്കെതിരെ ഇത്രയും ലക്ഷം രൂപയുടെ മാനനഷ്ട കേസ് ഇപ്പോൾ അവർ തിടുക്കപ്പെട്ട് സ്വീകരിക്കാനുള്ള നടപടി, അതിന് മുതിർന്നത് എന്തുകൊണ്ടായിരിക്കാം? അതിന് പിന്നിലെ സപ്പോർട്ട് ആരുടേതായിരിക്കാം? അതിനകത്ത് സംശയമൊന്നുമില്ല. അതിനകത്ത് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി തന്നെയാണ് ഇതിൻ്റെ പുറകിൽ. ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് കൊടുത്ത് അദ്ദേഹത്തിന് കേസിൽ പ്രതിയാണല്ലോ, എൻ്റെ മറ്റൊരു കേസിൽ അദ്ദേഹം പ്രതിയാണ്. അതിൻ്റെ വൈരാഗ്യം തീർക്കലാണ് ഈ കാണിക്കുന്നതൊക്കെ.